ഹലോ, വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ വീണ്ടും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാനും തിരുവചനത്തെ നമുക്ക് ധ്യാനിപ്പാനും കർത്താവ് കൃപ ചെയ്തല്ലോ. ഈ ലോകയാത്രയിൽ ദൈവസന്നിധിയിലായിരിക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. കാരണം അതിനൊരു വരമായിട്ടാണ് ദാവീദ് ദൈവത്തോട് ചോദിച്ചത്. ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാനുള്ള വരം 27-ാം സങ്കീർത്തനം 4-ാം വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നിശ്ചയമായിട്ടും നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കാതെ നമുക്ക് ദൈവത്തിനായിരിക്കാൻ കഴിയില്ല. ദൈവത്തോടുള്ള കൂട്ടായ്മയിലായിരിക്കുന്നതാണ് എത്രയും നല്ലത്. കാരണം നമുക്ക് ദൈവത്തിൽ നിന്ന് മാത്രമേ ഈ നിത്യതയുടെ വചനങ്ങളെ, നിത്യ ജീവനെക്കുറിച്ചുള്ള കാര്യങ്ങളെ നമുക്കറിയാൻ കഴിയും. അപ്പോൾ ഇന്നും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയം മരണാനന്തര ജീവിതമാണല്ലോ. ഈ മരണം എന്നുള്ള കാര്യം കേൾക്കുന്നത് തന്നെ ജനങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടമല്ല. നമ്മൾ പലരോടും സംസാരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഇന്ന് മരിച്ചാൽ എങ്ങോട്ടാണ്, അല്ലെങ്കിൽ മരണാനന്തരത്തെ ജീവിതത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് എന്തോ ഒരു അലർജി പോലെയാണ്. എന്നാൽ ഇതൊരു യാഥാർത്ഥ്യമല്ലേ പ്രിയമുള്ളവരെ? നാം ചിന്തിക്കേണ്ടതും ഒരുങ്ങേണ്ടതുമായിരിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. നമ്മളതിനെ ഒഴിഞ്ഞ് കളഞ്ഞതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുകയില്ല. അതിനേക്കാളും വലിയൊരു ചതിവില്ലെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എബ്രായലേഖനം 9-ാം അധ്യായം 27-28 വാക്യം വായിക്കുമ്പോഴത്തേക്കും ഒരിക്കലും മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്ക് ദൈവം നിയമിച്ചിരിക്കുന്നതാണ്. മാത്രമല്ല 28-ാം വാക്യത്തിൽ താൻ വീണ്ടും വരുന്നു, അപ്പോൾ തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മരണം നിശ്ചയമാണ്, അതുപോലെ തന്നെ നിശ്ചയമാണ് ന്യായവിധിയും, അതുപോലെ തന്നെ നിശ്ചയമാണ് കർത്താവിൻ്റെ വീണ്ടും വരവും. താൻ ഒരിക്കൽ വന്നു, അത് പാപികളായി നമ്മളെ രക്ഷിക്കുവാൻ, ഈ നിത്യ മരണത്തിൽ നിന്നും നിത്യ അഗ്നിയിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. കർത്താവിൻ്റെ മരണം അതായിരുന്നു പൗലോസ്ലീഹയുടെ പ്രസംഗ വിഷയം. ആ മരണത്തിലാണ്, അല്ലെങ്കിൽ ആ ക്രൂശിലാണ് താൻ പ്രശംസിക്കുകയും ചെയ്തിരുന്നത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഈ മരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾ കണ്ട മറ്റ് ഒരു കാര്യം, നമ്മൾ ഈ മരണം പ്രസംഗിക്കപ്പെടണം എന്ന് കർത്താവ് തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നു എന്ന് നമ്മൾ കാണുകയുണ്ടായി. ഇന്നലെ നമ്മൾ കണ്ടത് ഈ മരണം പ്രവാചകന്മാർ മുൻകൂട്ടി അത് പറഞ്ഞിരുന്നു എന്നുള്ളത്. അതിനെ നമ്മൾ സാമാന്യ വിശദമായിട്ട് കാണുകയുണ്ടായി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ മരണത്തെ നമ്മൾ ഓർക്കപ്പെടേണ്ട മരണമാണ്. ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം ഈ മരണം അവൻ എപ്പോഴും ഓർക്കണം. ഇത് ഓർത്തില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ തന്നെ പറ്റിയാലും ഈ മരണത്തെ നമ്മൾ ഓർക്കണം. ഇത് എപ്പോഴും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും നമ്മളെ വിട്ടു പോയിട്ടുണ്ട്. എന്നാൽ നമ്മൾ അവരെ എപ്പോഴും ഓർക്കാറില്ല. എന്നാൽ വീണ്ടും ജനിച്ച ഒരു വിശുദ്ധൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചാണ്. കാരണം അവിടുന്ന് എനിക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്ന് എൻ്റെ പാപത്തിന്റെ ശിക്ഷയേറ്റ് എനിക്ക് വേണ്ടി മരിച്ചു. കർത്തൃമേശയിലുള്ള ബന്ധത്തിൽ പൗലോസ്ലീഹ ആ കാര്യം പ്രത്യേകം എടുത്ത് ഓർപ്പിക്കുന്നുണ്ട്. നമ്മൾ 1 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, 24 മുതൽ 26 വരെ. അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ സാധാരണ ആഴ്ചയുടെ 1-ാം ദിവസം ഞായറാഴ്ച നമ്മളെല്ലാവരും അപ്പം നുറുക്കുവാൻ കൂടി വരുന്നു. അപ്പോൾ നമ്മൾ ഈ കാര്യം എപ്പോഴും വളരെ ഗഹനമായ നിലയിൽ തന്നെ ചിന്തിക്കാറുണ്ട്, ധ്യാനിക്കാറുണ്ട്. എന്നാൽ നമുക്ക്
ആഴ്ചയിൽ ഒന്ന് മാത്രം ചിന്തിക്കുകയോ ഓർക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യമല്ല കർത്താവിൻ്റെ മരണം എന്നുള്ളത്. കാരണം നമുക്ക് നിത്യജീവൻ നൽകുവാൻ, നമ്മളെ നിത്യശിക്ഷാവിധിയിൽ നിന്നും രക്ഷിക്കുവാൻ കർത്താവ് നമുക്ക് എന്തായി തീർന്നു, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ആ മരണത്തെ നമ്മൾ എപ്പോഴും ഓർക്കണം, എപ്പോഴും ഓർക്കണം. കർത്താവ് നമ്മളോട് കാണിച്ച ആ മകൾ സ്നേഹം നമ്മൾ എപ്പോഴും ഓർക്കണം. നമ്മൾ ചിന്തിക്കണം, നമുക്ക് ഈ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കാറുണ്ടോ? ഇവിടെ ഇതുപോലെ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ വേറെ ഒരു മരണവും ഇതുപോലെ ഓർക്കുന്നില്ല. അപ്പോൾ കർത്താവെ, എന്നെ വീണ്ടെടുക്കുവാൻ, എന്നെ രക്ഷിക്കുവാൻ എനിക്ക് വേണ്ടി അവിടുന്ന് ക്രൂശിൽ മരിച്ചു. ഇത് കർത്താവിൻ്റെ മറ്റേത്, നമുക്കറിയാം, പിന്നെ ഗിരിപ്രഭാഷണവും പിന്നെ മാളയമൂളിലെ പ്രഭാഷണവും ഇതൊക്കെ വളരെ വിലപ്പെട്ടതാണെങ്കിലും അതിനേക്കാളെല്ലാം നമ്മൾ എപ്പോഴും ഓർക്കുന്ന ഒരു മരണം അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം മാത്രമാണ്. ആ മരണമാണ് നമ്മളെ ഈ നിത്യജീവനിലേക്ക് നടത്തിയത്. അത് നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. അപ്പം ഈ മരണത്തെ ഓർക്കുന്ന ഒരു വ്യക്തി എപ്പോഴും മറ്റെല്ലാ മരണത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു മരണമല്ലേ ക്രിസ്തുവിന് മരണം. അതാ നമ്മൾ അതിനെ ഗഹനമായിട്ട് ചിന്തിക്കണ്ടേ. അപ്പോൾ പിന്നെ ഈ മരണം, ഈ മരണത്തിന്റെ ആവശ്യം അത് ലോകത്തുള്ള സകല പാപികളുടെയും രക്ഷയ്ക്കായിട്ടുള്ള മരണമായിരുന്നു. നമ്മൾ കർത്താവ് ഈ കർത്തൃമേശ സ്ഥാപിക്കുന്ന സമയത്ത് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം, അതിന്റെ 26-ാം അധ്യായത്തിന്റെ 27-ഉം 28-ഉം വാക്യം വായിക്കുമ്പോൾ, മത്തായി അതിന്റെ 26-ന്റെ 27-ഉം 28-ഉം വാക്യം വായിക്കുമ്പോൾ, പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്നും കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. നോക്കണേ, അവിടെ കർത്താവ് പറഞ്ഞത് ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. അപ്പം പഴയ നിയമവും രക്തത്താൽ സ്ഥാപിതമാ, എന്നാൽ അത് ആടിന്റെ രക്തത്തായിരുന്നു. എന്നാൽ പുതിയ നിയമം അത് മൃഗങ്ങളുടെ രക്തമല്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സ്ഥാപിതമായ ഒരു കാര്യമാണ് പുതിയ നിയമത്തിന്റെ രക്തം. വളരെ വിലപ്പെട്ട കാര്യമല്ലേ ദൈവമക്കളെ നമ്മളോടുള്ള ബന്ധത്തിൽ. കാരണം ജീവൻ രക്തത്തില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് വേണ്ടി അവിടുന്ന് രക്തം ചൊരിഞ്ഞു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി അനേകരുടെ പാപമോചനത്തിനായി, അപ്പോൾ അനേകരുടെ പാപമോചനത്തിനായിട്ടാണ് കർത്താവ് മരിച്ചത്. അപ്പോൾ എല്ലാവരുടെയും മോചനത്തിനായി അവിടുന്ന് തന്നെത്താൻ മറുപടിയായി കൊടുക്കുകയായിരുന്നു. ഈ സത്യം ഗ്രഹിച്ച ഒരു വിശ്വാസി എങ്ങനെ ഈ കാര്യം മറക്കും? നമ്മളെ കർത്താവ് വീണ്ടെടുത്തിരിക്കുന്ന വീണ്ടെടുപ്പിനെ കുറിച്ച് നമ്മൾ പല ആവർത്തി കേട്ടാലും ആ വാക്യങ്ങൾ, തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന ആ വാക്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മപഥത്തിൽ നിന്നും മായാതിരിക്കട്ടെ. 1 പത്രോസ് 1-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നു വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. അപ്പോൾ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തു. അപ്പം ഭയങ്കരമായ നരക ശിക്ഷാവിധിയിൽ നിന്നും കർത്താവ് നമ്മളെ വീണ്ടെടുക്കുവാൻ കർത്താവ് എത്രമാത്രം വലിയ വില കൊടുത്തു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ അറിയണ്ടേ. ഇത് നമുക്ക് മറക്കാൻ കഴിയുമോ? അപ്പോൾ ഈ ലോകത്തിൽ നമുക്കറിയാം, ഈ ലോകത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്ദേശം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപക്ഷമയുണ്ട്, നിത്യനരക ശിക്ഷാവിധിയിൽ നിന്നും മോചനമുണ്ട് എന്നുള്ള ഈ സന്ദേശമാണ്. എന്നാൽ ഇന്ന് ഈ സന്ദേശത്തിന് ജനങ്ങൾ വലിയ വില മതിക്കാറില്ല. അവരത് കേട്ട് കഴിഞ്ഞാൽ അവർക്കത് വിശ്വസിക്കുവാനായിട്ട് അവർക്ക് ആഗ്രഹം അല്ലെങ്കിൽ ഇല്ല, ഉത്സാഹമില്ല. എത്ര ദുഃഖകരമായ കാര്യമാണ്. പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ മാറ്റമില്ല. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ പാപികളെ രക്ഷിക്കാൻ വന്നു. ഇതെല്ലാവരും വിശ്വസിക്കേണ്ട ഒരു സത്യവചനമാണ്. എന്നാൽ ഇന്ന് ഈ സത്യം വിശ്വസിക്കുവാനോ അതിലൂടെ
പാപക്ഷമ പ്രാപിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനോ ജനം തയ്യാറാകുന്നില്ല. നോക്കുക, ഇന്ന് ജനങ്ങളുടെ ഹൃദയം എത്രമാത്രം പാപത്താൽ കഠിനപ്പെട്ടിരിക്കുന്നു. നമ്മൾ എത്രയെല്ലാം സുവിശേഷം പറഞ്ഞാലും അത് കേൾക്കാനോ അത് വിശ്വസിക്കുവാനോ ജനങ്ങൾ തയ്യാറാകുന്നില്ല. അപ്പോൾ യേശു എന്ന പേരിന്റെ അർത്ഥം തന്നെ നമ്മെ നമ്മുടെ പാപത്തു നിന്നും രക്ഷിക്കുന്നവൻ എന്നാകുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ ഈ ലോകത്തിൽ നമുക്ക് ഈ ഒരു നാമത്തിൽ മാത്രമാണ് രക്ഷയുള്ളത്. അവിടുന്ന് മാത്രമാണ് ഈ ലോകത്തിൽ പാപികളെ രക്ഷിക്കാൻ വന്നത്. അവിടുത്തെ രക്തത്തിന് മാത്രമേ നമുക്ക് പാപമോചനം തരാൻ കഴിയൂ എന്നുള്ള ഈ യാഥാർത്ഥ്യം നമ്മൾ അത് മറന്നു പോകാൻ പാടില്ല. രക്ഷിക്കപ്പെട്ടവരെ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രക്ഷകനെ ഒരിക്കലും മറന്ന് ജീവിക്കാൻ പറ്റില്ല. ക്രൂശിലെ മരണത്തെ ധ്യാനിക്കാതെ ഒരു ദിവസം പോലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു ദിവസമെന്നല്ല ഞാൻ പറയുന്നത്, ഓരോ ക്ഷണത്തിലും നമ്മൾ ഈ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷവും സമാധാനവും ലഭിക്കുന്നേ, അത് നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് മാനവ ജാതിക്ക് വേണ്ടി, മാനവ വർഗത്തിന് വേണ്ടി മോക്ഷവാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. രക്ഷയ്ക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നും അനേർക്കും ഈ തുറക്കപ്പെട്ട വാതിൽ അവർക്ക് കാണാൻ കഴിയുന്നില്ല. അവരെ ആ സത്യത്തിലേക്ക് നയിക്കുക എന്നുള്ളത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കർത്തവ്യമാണ്. അപ്പോൾ ഇന്നും ജനങ്ങൾ, നമുക്കറിയാം, ഇന്ന് രക്ഷിക്കപ്പെട്ടവർ പോലും പല നിലകളിലുള്ള പാപത്തിന് അടിമകളായി മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ നോട്ടത്തിലൂടെ, നമ്മുടെ വിചാരങ്ങളിലൂടെ, നമ്മുടെ ആഗ്രഹങ്ങളിലൂടെ, നമ്മുടെ സംസാരങ്ങളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ ഏതെല്ലാം നിലയിലാണ് മനുഷ്യന് പാപം സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പാപത്തിന്മേലും പാപം ഏത് മനുഷ്യനെയും നിത്യാഗ്നിയിൽ എത്തിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ, കാരണം ദൈവത്തിൽ നിന്നും ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു എന്ന് നമ്മൾ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഞാനത് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിലാണ്, ദൈവത്തിൽ നിന്നും ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു, ദൈവത്തിൽ നിന്നും ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. എന്നാൽ നമ്മളൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്യം യഥാർത്ഥത്തിൽ അത് ഉദ്ദേശിക്കുന്നത് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്നുള്ളത്, ഒരു പാപത്തിന്റെ ആവർത്തനം നടക്കുന്നില്ല എന്നുള്ള നിലയിലാണ്. കാരണം നമുക്കറിയാം, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, നമ്മൾ ഈ ജഡത്തിലായിരിക്കുമ്പോൾ, നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മരക്ഷ മാത്രമേ ഇപ്പോൾ സാധിച്ചിട്ടുള്ളൂ. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. അപ്പോൾ ഈ ശരീരത്തിൽ ഏത് സമയത്തും നമ്മളിലൂടെ തെറ്റുകൾ, കുറ്റങ്ങൾ സംഭവിക്കാം. അത് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ കുറ്റങ്ങൾ വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ കാര്യങ്ങൾ ഓർപ്പിക്കും. അതുകൊണ്ടാണല്ലോ അതേ 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാല് കർത്താവിന്റെ മധ്യസ്ഥതയാണ് നമ്മളെ എപ്പോഴും ഈ പാപത്തിന് അടിമയായി തുടരാതിരിക്കുവാൻ തക്കവണ്ണം നമ്മളെ സഹായിക്കുന്നത്. ഇത് വളരെ ഒരു വലിയ കാര്യമാണ്. നമുക്ക് നമ്മുടെ തെറ്റുകൾ, നമ്മുടെ വീഴ്ചകളൊക്കെ നമ്മൾ ഓരോ ദിവസവും കർത്താവിനോട് ഏറ്റു പറയണം. ഇന്ന് അനേകരും രക്ഷിക്കപ്പെട്ട ശേഷം അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന കുറവുകൾ ദൈവത്തോട് ഏറ്റു പറയുന്ന ആ സ്വഭാവം പോലും പലർക്കും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവരറിഞ്ഞോ അറിയാതെയോ അവരുടെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരിക്കും. അതവരെ ദൈവിക ജീവനിൽ നിന്ന് അകറ്റുവാനിടയാവും. അവസാനം സർദീ സഭയെക്കുറിച്ച് പറയുന്ന പോലെ, ജീവനുള്ളവരിൽ നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു എന്ന് വെളിപ്പാട് 3:1 സർദീ സഭയെക്കുറിച്ച് പറയുന്നത് നമുക്കറിയാം. അപ്പോൾ ഇന്ന് അനേക വിശുദ്ധന്മാർക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ വീഴ്ച എന്നുള്ളത്, അവർ തെറ്റ് സംഭവിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിലും അവരവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നില്ല. നമ്മൾ അതേ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ വായിക്കുന്നത്,
നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഏറ്റു പറയുന്നില്ലെങ്കിലോ നമുക്കതിന് ക്ഷമ ലഭിക്കുന്നില്ല. അതിനർത്ഥം നമ്മൾ പാപത്തോട് പാപം കൂട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ നമ്മൾ പാപത്തിന്റെ അടിമകളായി പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ച് ജീവിച്ചവരാ. എന്നാൽ ഇന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ട ശേഷവും അങ്ങനെയുള്ള പാപ പ്രവർത്തനങ്ങൾ, പാപ സ്വഭാവങ്ങൾ അത് നമ്മൾ വീണ്ടും പിന്തുടരുന്നവരാണോ? അത് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ പാപത്തിന്റെ ശിക്ഷ, ഒരു പാപിയെ ശിക്ഷിക്കണമെങ്കിൽ ആ പാപി എത്ര പാപം ചെയ്തിരിക്കണം? ഒരു പാപം മതി. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ എത്ര പാപം ചെയ്യുന്നുണ്ടാകാം? നമ്മളൊന്ന് കണക്കൂട്ടിക്കേ. നമ്മുടെ ചിന്തയിലൂടെ, നമ്മുടെ നോട്ടത്തിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ നമ്മൾ എത്ര പാപം ചെയ്യുന്നുണ്ടാകാം? ചിലപ്പോൾ അത് നമുക്ക് എണ്ണി പറയാൻ പോലും ബുദ്ധിമുട്ടായിരിക്കാം, അല്ലേ? നമ്മൾ ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകളെല്ലാം എങ്ങനെയുള്ള ചിന്തകളാണ്? ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ചിന്തകളാണോ? ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് പാവമാണ്. അപ്പം നമുക്കറിയാം, നമ്മൾ തിരുവനന്തപുരത്ത് വായിക്കുമ്പോൾ അനേകയിടങ്ങളിൽ പാപത്തെക്കുറിച്ച്, ഇപ്പൊ കൊരിന്ത് സഭയിലുള്ള ജനങ്ങൾ അവർ രക്ഷിക്കപ്പെട്ടവരാണ്. എന്നാൽ രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള അവരുടെ അവസ്ഥയെക്കുറിച്ച് കൊരിന്ത് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം, അതിന്റെ 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 9-10 വാക്യം ഞാൻ വായിക്കാം. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അതിന്റെ 11-ാം വാക്യം ശ്രദ്ധിക്കണേ. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ കൊരിന്ത് സഭയിലുള്ള ജനങ്ങൾ അവരും ഇങ്ങനെയുള്ള പാപ സ്വഭാവങ്ങളിൽ ജീവിച്ചു വന്നവരായിരുന്നു. എന്നാൽ അവർ സുവിശേഷം കേട്ടു, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ അവർ അംഗീകരിച്ചു. അവർക്ക് പാപമോചനം ലഭിക്കുവാനിടയായി. പ്രിയമുള്ളവരെ, നമ്മൾ രക്ഷിക്കപ്പെട്ടെന്ന് പറയുകയും ഇവിടെ പറഞ്ഞിരിക്കുന്ന നിലയിലുള്ള ഏതെങ്കിലും പാപ സ്വഭാവത്തിന് ഇന്നും നമ്മൾ അടിമയാണോ? അത് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ചിന്തിക്കുക, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പ്, വിഗ്രഹാരാധന, വ്യഭിചാരം, സ്വയഭോഗം, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ. ഇതേ കാര്യത്തെക്കുറിച്ച് തന്നെ നമ്മൾ ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ, ഗലാത്യ ലേഖനം 5-ാം അധ്യായം അവിടെ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്നുള്ള നിലയിലാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ 19 വാക്യം അത് ഞാൻ വായിക്കാം. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആവിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലാവയെന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. കണ്ടോ? അപ്പോൾ ഈ വക പ്രവർത്തിക്കുന്നവർ, ഇതോടെയൊക്കെ ഒരു പാപത്തിന്റെ ഒരു വലിയ ലിസ്റ്റാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഇന്നും എത്രയോ വിശുദ്ധന്മാർ പകയും പിണക്കവും ജാരശങ്കയും ക്രോധവും ശാഠ്യവും ദ്വന്ദ്വപക്ഷവും ഭിന്നതയും അസൂയയൊക്കെയായിട്ട് ജീവിക്കുന്നു. അപ്പോൾ വാസ്തവത്തില് അവര് ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ആ ബോധ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് നൽകുന്നില്ലേ? നാം എത്രമാത്രം നമ്മളെ തന്നെ സൂക്ഷിക്കാൻ കടപ്പെട്ടവരാ. നമ്മൾ ഈ ജഡത്തിൽ വസിക്കുമ്പോൾ അനേകം നിലയിലുള്ള പാപ സ്വഭാവങ്ങൾക്ക് നമ്മൾ അടിമകളായി മാറാം. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ആ ദൈവരാജ്യത്തിലായിരിക്കുന്നത്. ഇന്ന് ഞാൻ ദൈവരാജ്യത്തിലാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഈ ലോകത്ത് 2 രാജ്യമുണ്ട്. ഒന്ന് പിശാചിന്റെ രാജ്യം, ഒന്ന് ദൈവരാജ്യം. അപ്പോൾ ഇന്ന് നമ്മൾ ദൈവരാജ്യത്തിലാണെങ്കിൽ ആ ദൈവരാജ്യത്തിന്റെ അനുഭവം നമുക്ക് വേണം. അത് നമുക്ക് അനുഭവത്തിലൂടെ അറിയേണ്ട കാര്യമാണ്.
നിങ്ങൾക്കറിയാം ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റോമാലേഖനം 14-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ, റോമാലേഖനം 14-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം, ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. എത്ര വിലപ്പെട്ട കാര്യമാണ്. ഈ അനുഭവമായിരിക്കണം നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവരാജ്യത്തിലായിരിക്കുന്നവരുടെ ആ അനുഭവം. ഈ ദൈവരാജ്യത്തിലുള്ളവരാണ് ഇനി സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ പോകുന്നത്. സ്വർഗരാജ്യം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 1000 ആണ്ട് വാഴ്ച. ഇത് വളരെ വിലപ്പെട്ട കാര്യമാണ്. കർത്താവ് മത്തായി 7:21 പറഞ്ഞില്ലേ, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ വീണ്ടും ജനിച്ച എല്ലാവരും നമ്മൾ ദൈവരാജ്യത്തിലാണ്. നിക്കോദോസിനോട് പറഞ്ഞില്ലേ, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയില്ല. വെള്ളത്താലോ ആത്മാവിലോ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കയില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ജനനത്തിലൂടെ നമ്മൾ ദൈവരാജ്യത്തിലായി തീർന്നു. ഇനി ദൈവരാജ്യത്തിലായിരുന്നു കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുമ്പോൾ അവിടെ കർത്താവിന്റെ കർത്തൃത്വമാണ്. അവിടെ നാം പാപത്തിന്റെ അടിമയായി ജീവിക്കുന്ന ഒരു അനുഭവമല്ല, യേശുക്രിസ്തുവിന് കർത്തൃത്വം കൊടുത്തുകൊണ്ടുള്ള ജീവിതമാണ്. ഇന്ന് നമ്മൾ പൊതുവെ കാണുന്നത് എന്തെല്ലാം രീതിയിലുള്ള പാപ സ്വഭാവങ്ങൾക്ക് ജനങ്ങൾ അടിമകളാണ്. നമ്മൾ റോമാലേഖനം അതിന്റെ 1-ാം അധ്യായം, റോമാലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 29 മുതൽ വായിക്കുമ്പോൾ ഞാനത് വായിച്ചു വയ്ക്കാം. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പൂർവദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്നു. എത്ര ഭയങ്കരമാ! പാപത്തിന്റെ ഒരു വലിയ ലിസ്റ്റാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ദൈവമക്കളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇവിടെയൊക്കെ പറയുന്ന ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്ന് നമുക്ക് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് ആ കർത്താവിന് കർത്തൃത്വം കൊടുത്തുകൊണ്ടൊരു ജീവിതമാണോ നമുക്കുള്ളത്? ഇതേ കാര്യത്തിലെ അതിന്റെ ഏറ്റവും അവസാന റിസൾട്ട് എന്ന വണ്ണം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഫോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്യയിലത്രയും. അത് രണ്ടാമത്തെ മരണം. മരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ദൈവത്തോട് വേർപെടുക. ഈ മരണത്തിലൂടെ നിത്യമായി മാറുക, നിത്യമരണത്തിലേക്ക് മാറുക, നിത്യ നരകാഗ്നിയിലേക്ക് പോവുക. വീണ്ടും ഒരിക്കലും അവർക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് കഴിയില്ല, ദൈവവുമായിട്ടുള്ള ആ കൂട്ടായ്മയിലേക്ക് വരാനായിട്ട് കഴിയില്ല. ഒരു എത്ര വലിയ അകൽച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കർത്താവ് നമ്മളെ വിളിച്ച് വേർപെടുത്തി നമ്മൾ ഈ ക്രൂശിനെ ധ്യാനിക്കുന്ന, എന്നെ രക്ഷിപ്പാൻ എനിക്ക് വേണ്ടി ജീവൻ തന്ന എന്റെ കർത്താവായ യേശു എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് നമ്മളെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തരാക്കും. പ്രിയമുള്ളവരെ, അത് നമ്മളെ വ്യത്യസ്തരാക്കും. കർത്താവ് എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്ന് പാപത്തിന്റെ ശിക്ഷയാകുന്ന മരണം വരിച്ചത് എന്നുള്ള ആ ശരിയായ പ്രകാശനം നമുക്ക് ആത്മാവിൽ ലഭിച്ചാൽ പിന്നീട് ആ വ്യക്തി എപ്പോഴും ക്രൂശിനെ ധ്യാനിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും. അതിനുവേണ്ടി എത്രയെല്ലാം സമയങ്ങൾ കൊടുത്താലും അവർക്ക് അതിൽ സന്തോഷമായിരിക്കും. ഇന്ന് നമുക്ക് നമ്മുടെ ഉള്ളിൽ കയ്പും കോപവും പിണക്കവും ദൂഷണവും ഒക്കെ ഉണ്ടോ?
അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവര് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടോ എന്നുള്ളത് സംശയം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കുറവുകൾ ഉണ്ടായിക്കൂടാ എന്നല്ല, ഉണ്ടാകാം. ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് കോപമോ അല്ലെങ്കിൽ പിണക്കമോ ഒക്കെ ഉണ്ടാകാം. എന്നാൽ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവരാണ്. ആത്മാവിന്റെ ഫലം സ്നേഹമാണ്. ആ സ്നേഹം എല്ലാം സഹിക്കുന്നു, ക്ഷമിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു. നമ്മൾ 1 കൊരിന്ത്യർ 13-4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ധ്യാനിക്കണം. ദൈവസ്നേഹത്തിന്റെ സവിശേഷതകളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ സ്നേഹമാണ് നമ്മളെ ഭരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയല്ലെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. എഹെസ്കേൽ 18:4-ലും 20-ലും എടുത്തെടുത്ത് പറയുന്ന കാര്യമാണ്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ രക്ഷിക്കുവാൻ, നമ്മളെ ആ ഭയങ്കരമായ നിത്യാഗ്നിയിൽ നിന്ന് രക്ഷിക്കുവാൻ കർത്താവ് നമുക്ക് വേണ്ടി പാപത്തിന് ശിക്ഷ ഭരിച്ചു. അവിടുന്ന് നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ചു എന്ന എബ്രായർ 2:9 എന്നുള്ള വായിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി അവിടുന്ന് മരണം ആസ്വദിച്ചു, എല്ലാവരെയും രക്ഷിക്കുവാൻ. അപ്പോൾ ഇങ്ങനെ ഒരുക്കിയിരിക്കുന്ന ആ രക്ഷ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസവും ഏശയ്യാ 53:6 വായിക്കുകയുണ്ടായി. പ്രിയ ദൈവമക്കളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് വേണ്ടി ക്രൂശിൽ കർത്താവ് രക്ഷ ഒരുക്കി കഴിഞ്ഞു. ഇത്ര വലിയ രക്ഷ. ആ രക്ഷ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സുവിശേഷം കേൾക്കുമ്പോൾ നമുക്ക് പ്രകാശിപ്പിച്ചു തരുന്നു. ഈ രക്ഷകൻ ഇത്രമാത്രം വിരൂപനാക്കപ്പെട്ടത് എങ്ങനെ? ഭാവിയായ എന്റെ പാപത്തിന്റെ പരിണത ഫലമാണ് ഈ നിലയിൽ കർത്താവ് ആയിത്തീർന്നത്. ഇന്നലെ നമ്മൾ കണ്ടില്ലേ, ദൈവരൂപത്തിലിരുന്നവൻ മനുഷ്യരൂപത്തിലായി, അവിടുന്ന് ദാസരൂപത്തിലായി, അവിടുന്ന് വിരൂപനായി. കണ്ടാൽ ആളല്ലായി തോന്നുമാർ വിരൂപനായി. എന്തിനു വേണ്ടി? എന്നെ രൂപമുള്ളവനാക്കി. പാപത്താൽ വിരൂപനാക്കപ്പെട്ട ഞാൻ ഒരു രൂപമുള്ളവനായി ദൈവസന്നിധിയിൽ നിർത്തപ്പെടുവാൻ. എത്ര വിശേഷമുള്ള കാര്യമാ! എങ്ങനെ നമുക്ക് ഈ ക്രൂശിനെ മറന്ന് നമുക്ക് ജീവിക്കുവാൻ കഴിയും? എല്ലാ ദൈവമക്കളോടും എനിക്ക് പറയാനുള്ളത്, നാം എപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ആ മരണത്തെ, ആ യാഗമരണത്തെ, ആ പ്രായശ്ചിത്ത മരണത്തെ നാം ഓർക്കണം. അത് ഓർക്കുന്ന ഒരു വ്യക്തിക്ക് വീണ്ടും ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്കോ ജഡീക അഭിലാഷങ്ങളിലേക്കോ പാപത്തിലേക്കോ പോകുവാനായിട്ട് കഴിയില്ല. കാരണം ദൈവസ്നേഹം അവരെ അതിൽ നിന്നെല്ലാം അകറ്റി നിർത്തും. അത് നമുക്ക് ഇന്ന് ആ ദൈവസ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നുണ്ടോ? ഒരു യഥാർത്ഥമായ വിശുദ്ധ ജീവിതം, ഒരു ജയാളിയായിട്ടുള്ള ജീവിതം നയിക്കാൻ കഴിയുന്നത് ദൈവസ്നേഹത്താൽ നിറയപ്പെടുമ്പോൾ മാത്രമാണ്. അങ്ങനെ ഒരു ജീവിതമാണ് ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമുക്കിന്ന് ഈ കർത്താവിന്റെ ക്രൂശ് മരണത്തെ നമുക്ക് എന്നും ധ്യാനിക്കുവാൻ കഴിയുന്നുണ്ടോ? എല്ലായ്പ്പോഴും നമ്മൾ എത്ര സമയം നമ്മൾ കർത്താവിന്റെ ക്രൂശിനെ ധ്യാനിക്കുമോ അത്രമാത്രം നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെടും. നമുക്ക് ഒരു ജയാളിയായിട്ട് ജീവിക്കുവാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഈ ക്രൂശ്, ഒരു സ്ത്രീ പറയുന്നത് പോലെ, ക്രൂശിന്റെ പ്രസംഗ വിഷയം മാത്രമല്ല, അതെന്റെ പ്രശംസാ വിഷയമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ ഇടയാകണം. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ക്രൂശിൽ ജീവൻ തന്ന ആ കർത്താവിന്റെ സ്നേഹത്താൽ നിർബന്ധിതനായിട്ടാണ് ഇന്ന് ഞാൻ വിശ്വാസത്തിൽ ജീവിക്കുന്നതെന്ന് ഗലാത്യർ 2:20 അവസാന ഭാഗത്ത് ഓരോ സ്ത്രീയെ സാക്ഷ്യം പറയുക. അതാണ് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താലാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഓരോ ജീവിത നിമിഷങ്ങളും ക്രൂശിനെ ഞാൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലേ എത്ര വിലപ്പെട്ട കാര്യമാണ്. അതാണ് ഒരു ജയാളിയായ ഒരു വ്യക്തിയുടെ, ഒരു ഭക്തന്റെ ഏറ്റവും വലിയ കർത്തവ്യം. അതുകൊണ്ട് നമ്മൾ നിശ്ചയമായും നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ ഇന്ന് എന്തായിരിക്കുന്നോ അത് കർത്താവിന്റെ ക്രൂശ മരണത്താൽ മാത്രം സാധിച്ചതാണ്. നമ്മുടെ ആരുടെയും എന്തെങ്കിലും ഒരു പരിശ്രമ ഫലമോ നമ്മുടെ നന്മ കൊണ്ടോ പുണ്യപ്രവർത്തികൾ കൊണ്ടോ ഒന്നുമല്ല പ്രിയമുള്ളവരെ. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ ചൊരിഞ്ഞ ആ പുണ്യായ രക്തത്താല, ആ മഹൽ സ്നേഹമാണ് നമ്മളെ ഇന്ന് ഇത്രയും ഉന്നതമായ പദവിയിലേക്ക്, പിശാചിന്റെ മക്കളെന്ന പദവിയിൽ നിന്നും നമ്മളെ ദൈവമക്കളെന്ന പദവിയിലേക്ക് ഉയർത്തിയത്. പാപി എന്ന പദവിയിൽ നിന്നും
വിശുദ്ധൻ എന്ന പദവിയിലേക്ക് ഉയർത്തിയത്, അധർമ്മി എന്ന പദവിയിൽ നിന്നും നമ്മളെ നീതിമാന്മാർ എന്ന ആ പദവിയിലേക്ക് ഉയർത്തിയത്. നോക്കുക, ഇരുട്ടിന്റെ മക്കൾ എന്ന അവസ്ഥയിൽ നിന്നും നമ്മളെ വെളിച്ചത്തിന്റെ മക്കളാക്കി തീർത്തത്. അയ്യോ, ക്രൂശ് നമുക്ക് വേണ്ടി ചെയ്തത് എത്ര വലിയ കാര്യമാണ്. നമ്മൾ ക്രോധത്തിന്റെ മക്കളായിരുന്നു, ഇന്ന് നമ്മളെ കരുണാപാത്രങ്ങളാക്കി തീർത്തത് ഈ ക്രൂശല്ലേ? അവിടുത്തെ സ്നേഹമല്ലേ? എങ്ങനെ നമുക്ക് ആ സ്നേഹത്തെ മറന്ന് ജീവിക്കാൻ കഴിയും? യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് കർത്താവിന്റെ ക്രൂശിനെ ധ്യാനിക്കാതെ ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് എപ്പോഴും ഈ ക്രൂശിന്റെ മരണത്തെ ഓർക്കുവാൻ കർത്താവ് നമ്മൾ പറഞ്ഞെങ്കിൽ അത് നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു ഏയാളിയായിട്ട് ജീവിക്കുവാൻ, വീണ്ടും പാപത്തിന്റെ അടിമയാകാതെ, ഈ ലോകമോഹങ്ങളിൽ പെട്ട് നശിക്കാതെ, നമുക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഉയരങ്ങളിലെ ചിന്തയിലായിരിക്കുവാൻ നമുക്കിടയായിത്തീരും. അതുകൊണ്ട് എല്ലാ കേൾവിക്കാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ക്രൂശിനെ ധ്യാനിക്കുന്നതിൽ പരാജിതരാണോ? നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന, നിങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും ചൊരിഞ്ഞ, വിരൂപനാക്കപ്പെട്ട ആ കർത്താവിനെ നിങ്ങൾ ധ്യാനിക്കുന്നുണ്ടോ? സാക്ഷാൽ ദൈവം അവിടെ നമുക്ക് വേണ്ടി എന്തായി തീർന്നു പ്രിയമുള്ളവരെ? നമ്മെ പോലെ ഒരു മനുഷ്യനായി വന്നു, ഒരടിമയെ പോലെ താനായി തീർന്ന് നമുക്ക് വേണ്ടി ഒരു മാംസകഷ്ണം തൂങ്ങിക്കിടക്കുന്ന പോലെ വിരൂപനാക്കപ്പെട്ട, ആർക്കും നോക്കുവാൻ പോലും കഴിയാതെ വണ്ണം അത്രമാത്രം നിന്നാപാത്രമായി തീർന്ന കർത്താവിനെ, ആ ക്രൂശ് മരണത്തെ നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും? നമുക്ക് അവിടുത്തെ ധ്യാനിക്കാം. ആ വലിയ സ്നേഹത്തിൽ നമുക്കായിരിക്കാം. അങ്ങനെ ജയാളിയായി ജീവിച്ച് ആ കർത്താവിനെ നമുക്ക് എതിരേൽക്കുവാൻ, അതെ, ഇനിയും താൻ വരുന്നത് ആർക്ക് വേണ്ടിയാണ്? തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ. താൻ വീണ്ടും പാപം കൂടാതെ താൻ വെളിപ്പെടാൻ പോവുകയാണ്. ഓ, എത്ര വലിയ കാര്യമാണ്! ആ വരവിനെ പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. ആ വരവിൽ നമുക്ക് കർത്താവിനോട് ചേരാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കാം. അതിനായി കർത്താവ് ഈ വചനങ്ങളാൽ കേൾവിക്കാരെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന് എല്ലാ മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.